ചെമ്പാരത്തുകുന്ന് നിബ്രാസുൽ ഇസ്ലാം മദ്രസയിൽ രക്ഷാകർതൃ സംഗമം ശനിയാഴ്ച നടന്നു. ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് ഷാഫി ഹുദവി ഉസ്താദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡ് മുഫദ്ദിഷ് മുഹമ്മദ് മീരാൻ അൽ ഹൈതമി മുഖ്യപ്രഭാഷണം നടത്തി. ചെമ്പാരത്തുകുന്ന് നിബ്രാസുൽ ഇസ്ലാം മദ്രസയിൽ രക്ഷാകർതൃ സംഗമം നടന്നു. ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ജമാഅത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു സംഗമം. ജമാഅത്ത് പ്രസിഡന്റ് AM സുബൈർ സാഹിബ് അധ്യക്ഷത വഹിച്ചു. ജമാഅത്ത് ചീഫ് ഇമാം മുഹമ്മദ് ഷാഫി ഹുദവി ഉസ്താദ് സംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം അഭ്യസിക്കുന്നത് അതിൻ്റെ നമ്മുടെ മക്കൾ അതനുസരിച്ച് ജീവിക്കണം എന്നതാണ് മക്കളെ അതുപോലെ വളർത്തലും നിർബന്ധമായിട്ടുള്ള ഒരു ബാധ്യതയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ച്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുന്നത് മക്കൾ അനുഗ്രഹമാണ്, അതുപോലെ തന്നെ മക്കൾ പരീക്ഷണമാണ്. ഖുർആനിന്റെ ഭാഷയാണ് ഫിത്ന എന്നാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അനുഗ്രഹം പോലെ ഒരു പരീക്ഷണം കൂടിയാണ്. മക്കളെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുപോകുന്നത് നല്ല നെയ്യത്തുണ്ട്. ദുനിയാവിനും ആഖിറത്തിനും തനിക്ക് ഉപകാരപ്പെടുന്ന മക്കൾ വളരണമെന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ട സാഹചര്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുകയും മദ്രസ സെക്രട്ടറി KB അബ്ദുള്ള ആമുഖ പ്രഭാഷണം നടത്തി. സമസ്ത കേരള മതവിദ്യാഭ്യാസ ബോർഡ് മുഫദ്ദിഷ് മുഹമ്മദ് മീരാൻ അൽ ഹൈതമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മദ്രസ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും ആധുനിക സമൂഹത്തിൽ രക്ഷാകർത്താക്കൾ പുലർത്തേണ്ട ശ്രദ്ധയും പുതുതലമുറയോട് രക്ഷിതാക്കൾ ഏത് രീതിയിൽ സംവദിക്കണമെന്നും മുഖ്യപ്രഭാഷകൻ വിശദീകരിച്ചു. രക്ഷിതാക്കളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ദുആ കൊണ്ട് കൃത്യം 5 മണിക്ക് മുമ്പ് എത്താൻ പറ്റി. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വനഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിൻ നാർ എന്ന് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ചായയും കടിയും കുടിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് ഒരു ഭാഗത്ത് മറുപടി പറയും. അതല്ല വെള്ളം കുടിക്കാനാണോ എന്ന് ചോദിച്ചാൽ ഇടക്കിടക്ക് വെള്ളം വരും, എന്നാൽ വെള്ളം കുടിക്കാനും കൂടിയാണ്. ചായ മാത്രം കുടിക്കാനാണോ? അല്ല, ചായ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വരും, അതിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ശ്രവണപുടങ്ങളെ എന്നിലേക്ക് തരിക, നിങ്ങളുടെ ശ്രദ്ധയെ തരണ്ട. ശ്രവണപുടങ്ങളെ എന്നിലേക്ക് തന്നാൽ അതിലൂടെ നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കും. കണ്ണുകൾ എന്നിലേക്ക് തന്നെ ആവാഹിക്കുക. എന്റെ കണ്ണിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഉടക്കിയാൽ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ സൂട്ടബിൾ ആകും, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഈ വെച്ച പരിപാടിയും മൈക്ക് സെറ്റും ഒക്കെ വെറുതെ ആയിപ്പോ. അങ്ങനെയാണ് നമ്മൾ സംവദിക്കുമ്പോൾ, മനുഷ്യന്മാരുമായി മുഖാമുഖം അഭിസംബോധന നടത്തുമ്പോൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോഴാണ് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകുക. എന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആശയങ്ങളെ നിങ്ങളുടെ ശ്രവണപുടങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂ. നിങ്ങളെ കൊണ്ട് പ്രാവർത്തികമാക്കിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ആ ഉസ്താദ് വന്ന് ക്ലാസ് എടുത്തിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ, അയാളും ശരിയല്ല എന്ന് എന്നെ കുറ്റം പറയണ്ട. ശരിയല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലാഹു ശരിയല്ല എന്ന് പറയേണ്ടി വരും. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമുദായത്തെ നന്മയിലേക്ക് ഉപദേശിച്ചു, വർഷങ്ങളോളം ഉപദേശിച്ചു. തന്റെ സമുദായം, തന്റെ വാപ്പയുടെ കുടുംബം തന്നെ ആക്രമിച്ചപ്പോൾ തന്റെ ഉമ്മാന്റെ കുടുംബമായ ത്വായിഫിലേക്ക് പോയി. ത്വായിഫിലേക്ക് ചെന്നപ്പോൾ ഉമ്മയുടെ ആങ്ങളമാരായ മാമമാര് കുട്ടികളുടെ കയ്യിൽ കല്ല് കൊടുത്തിട്ട് എറിഞ്ഞു. ഏറുകൊണ്ടിട്ട് 40 കിലോമീറ്റർ ഓടി. ആ ഓട്ടം ഓടിയിട്ട് തിരിഞ്ഞു നോക്കിയ സ്ഥലവും ഇന്നും മക്കത്തുണ്ട്. സോദർ മുവല്ലിം അബ്ദുള്ള ഹുദൈവി ഉസ്താദ്, മദ്രസ അധ്യാപകർ, മുൻ ജമാഅത്ത് പ്രസിഡന്റ് AM മുസാൻ, കൗൺസിൽ സെക്രട്ടറി CK സുലൈമാൻ മൗലവി, ജമാഅത്ത് ട്രഷറർ ME ഹംസ, സ്കൂൾ മാനേജർ AA ഹംസ, മദ്രസ ജോയിന്റ് സെക്രട്ടറി MK അബ്ദുൽ ഖാദർ, ജമാഅത്ത് വൈസ് പ്രസിഡന്റ് MM മുജീബ്, ജമാഅത്ത് കൗൺസിൽ ഭാരവാഹികൾ, രക്ഷാകർത്താക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, വിദ്യാഭ്യാസങ്ങളെല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വളരെ കാര്യക്ഷമമായി തന്നെ
നമ്മുടെ മദ്രസയുടെ കാര്യങ്ങൾ നോക്കാറുണ്ട്. ഇതിനു മുൻപിരുന്ന പരിപാലന സമിതികളായ മദ്രസ സെക്രട്ടറി സുലൈമാൻ അവരുടെ സമയത്ത് അവരുടെ ചെയ്യാവുന്ന രീതിയിലെല്ലാം നല്ല സ്മാർട്ട് ക്ലാസ്സുകളും നന്നായി നടത്തിയിട്ടുണ്ട്. നല്ല മദ്രസ കെട്ടിയെന്നൊക്കെ പറയുന്നത് ഈ പരിപാലന സമിതി ചാർജർ ഫൗണ്ടേഷൻ നമ്മുടെ പ്രിയപ്പെട്ട മദ്രസയുടെ സെക്രട്ടറി അബ്ദുള്ള സാഹിബിന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായി തന്നെ വിദ്യാർത്ഥികൾക്കെല്ലാം പഠിക്കാൻ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. നമുക്കാവശ്യം ഏറ്റവും കൂടുതൽ രക്ഷകർത്തായോഗം വിളിക്കുന്നത് തന്നെ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. വിദ്യാഭ്യാസപരമായി ഔദ്യോഗികപരമായി ഒരുപാട് പഠിക്കുവാനും മുന്നേറാനും മറ്റു എല്ലാ സാഹചര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ മണ്ണിട്ട് പോകാതിരിക്കുവാനും അവർക്ക് ആത്മീയ വിദ്യാഭ്യാസത്തോടെ ബൗദ്ധിക വിദ്യാഭ്യാസത്തോടെ ആരോഗ്യ കലാകായിക രംഗത്തും ചെയ്യാവുന്ന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് നമ്മുടെ മദ്രസയും പള്ളിയും സ്കൂളുമെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവിടെയെല്ലാം നമുക്ക് ആവശ്യം രാവിലെ 6 മണിക്ക് വിദ്യാർത്ഥികളെ മദ്രസയിലേക്ക് അയക്കുന്ന രക്ഷകർത്താക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാർ, ഈ മക്കളെ മോണിറ്റർ. ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ.